അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പവിത്രമായ റമളാൻ ഷരീഫിൻ്റെ പ്രഥമ രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതിൻ്റെ മഹത്വം ഇൻഷാ അല്ലാഹ് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിയാറുകളായ അടിമകളിലേക്ക് അല്ലാഹു ഇന്നത്തെ രാവിൽ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാരുണ്യത്തിന്റെ നോട്ടമെങ്ങാനും ഏതെങ്കിലും ഒരു അടിമയിൽ പതിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലം യുഅദ്ദിബുഹു അബദ, പിന്നെ ആ മനുഷ്യനിക്ക് അദാബില്ല എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ പ്രത്യേകതയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കുമ്പോൾ അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്തിന്റെ നോട്ടം കിട്ടിയവരുടെ കൂട്ടത്തിൽ അല്ലാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 11 മാസക്കാലം പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തിനെ അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സ്വർഗത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 11 മാസക്കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ അലങ്കരിച്ചു എന്ന് മാത്രമല്ല, സ്വർഗം എന്ത് ചെയ്യാണ്, കുറച്ച് ആളുകളെ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. സ്വർഗം അല്ലാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹുമ്മ ജഅൽ ലനാ മിൻ ഇബാദിക സുക്കാന, അല്ലാഹുവേ ഞങ്ങളിലേക്ക് നല്ല താമസക്കാരായ ആളുകളെ ഞങ്ങളിലേക്ക് നൽകണേ എന്ന് സ്വർഗം ഇങ്ങോട്ട് പ്രാർത്ഥിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ പ്രത്യേകതയാണത്. മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന് അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തിലൂടെ ഒരു പ്രത്യേകമായ ഒരു കാറ്റ് അടിക്കുകയാണ്. ആ കാറ്റടിച്ച് അങ്ങ് സ്വർഗത്തിലേക്ക് എത്തുകയാണ്. സ്വർഗത്തിലേക്ക് എത്തി എന്ന് മാത്രമല്ല, ആ കാറ്റിന്റെ പരിമളം സ്വർഗത്തിന്റെ ഉള്ളിലേക്കും അടിക്കുമ്പോ ആ സ്വർഗത്തിന്റെ ഉള്ളിൽ കഴിയുന്ന മാലാഖമാരില്ലേ, അതുപോലെ സ്വർഗത്തിലാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കിയ ഒരു വിഭാഗം ആളുകളാണ് ഹൂറുൽ ഈങ്ങൾ എന്ന് പറയുന്ന സ്ത്രീകള്. ഹൂറുൽ ഈങ്ങളായ ആളുകളുണ്ടല്ലോ, ഇന്ന് അല്ലാഹുവിനോട് ഈ സുഗന്ധം കണ്ടുകൊണ്ട് അവർ അല്ലാഹുവിനോട് ചോദിക്കും, എന്ത് കൊണ്ടിട്ടാണ് ഇന്ന് ഇത്രത്തോളം നല്ല സുഗന്ധം അടിക്കാൻ കാരണം എന്താണ് എന്ന് സ്വർഗത്തിൽ വസിക്കുന്ന ആളുകൾ ചോദിക്കുമ്പോ, ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിന്റെ പ്രഥമ രാത്രിയാണ് എന്ന് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് മാത്രമല്ല, പൂർണ്യങ്ങളായ ആളുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ജഅൽ ലനാ മിൻ ഇബാദിക അസ്വാജാ. ഈ പ്രഥമ രാത്രികളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ വല്ലാത്ത പരിമളം അടിച്ചു വീശുന്നത് കാണുമ്പോ ആ സുഗന്ധം കണ്ടുകൊണ്ട് സ്വർഗത്തിൽ കഴിയുന്ന ഹൂർലീങ്ങളായ ആളുകള് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, നിന്റെ അടിമകളായ ആളുകളുണ്ടല്ലോ, സച്ചരിതരായ നല്ല ആളുകളുണ്ടല്ലോ, അവരെ ഞങ്ങൾക്ക് നിങ്ങൾ ഭർത്താവായി നൽകണേ എന്ന് ഹൂർലീങ്ങളായ ആളുകൾ നാളെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. 3 പ്രത്യേകതയാണ് ഉള്ളത്. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിന്റെ നോട്ടം നോക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതേപോലെ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്വർഗം നമ്മളെ കൊതിക്കും. ആ സ്വർഗം കൊതിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. പൂർവീങ്ങളായ ആളുകളുടെ പ്രാർത്ഥനയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇന്ന് നമ്മളെല്ലാവരും വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിലെ ഒന്നാമത്തെ തറാവീഹ് നിസ്കരിച്ചു കൊണ്ടിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇന്നത്തെ തറാവീഹ് നിസ്കരിച്ച ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന സമ്മാനം എന്താ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യന്മാരുടെയും ഇന്ന് നിസ്കരിച്ച ആളുകളുടെ സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. ഏതുപോലെയാണെന്നറിയുമോ? കയൗമിൻ വലദതു ഉമ്മുഹു
ഒരു കുട്ടിയെ ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് എത്രത്തോളമാണ് സംശുദ്ധമാക്കപ്പെടുന്നത്, അത്രത്തോളം ഹൃദയം സംശുദ്ധമാക്കപ്പെടുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് ഞങ്ങൾ നിസ്കരിച്ച നമസ്കാരങ്ങൾ അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇന്നത്തെ തറാവീഹ് നിസ്കരിച്ചിന്റെ ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. ഒരു ഉമ്മ പ്രസവിച്ച സമയത്ത് എത്രത്തോളമാണ് ഒരു കുട്ടിയുടെ ഹൃദയാന്തരങ്ങളിൽ ഒരു തെറ്റ് പോലും ഉണ്ടാവില്ലല്ലോ. അത്തരത്തിലുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. വിവരക്കേട് കൊണ്ടും അറിവുകേട് കൊണ്ടും ഞങ്ങൾ ചെയ്ത മുഴുവൻ തെറ്റുകളും നീ പുറത്തു തരണേ അല്ലാഹ്. ഈ റമളാൻ ഷരീഫിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. നല്ലതുപോലെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നരകമോചനം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ. എല്ലാവരും പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സ് പിരിയുന്ന സമയത്ത് ഇങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവർത്തിക്കുക. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.